ഹായ് കൂട്ടുകാരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, ആ പെരും മഴയത്താണ് അപ്പു പാല് ഇറക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അപ്പു എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ തൊഴുത്തിലെ അവസ്ഥ ഉണ്ട്. അതുപോലെയാണ് 5 മണി സമയത്ത് 5:30 സമയത്തൊക്കെ തൊഴുത്തിൽ വരുമ്പോൾ പശു ആക്കി വെച്ചിട്ടുണ്ടാവുക കേട്ടോ. ഒന്നാമത് മഴയും കൂടെ ആയതുകൊണ്ട് നല്ല കൊടും മഴയായിരുന്നു കേട്ടോ. ഇത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഫുള്ളായിട്ട് മഴ പെയ്തു കേട്ടോ. നമ്മുടെ പാലക്കാട് പല്ലവരും നല്ല മഴയുണ്ടായിരുന്നു. വേണ്ട ഫുള്ള് നനഞ്ഞിട്ട് പശുക്കളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പോത്തപ്പന്മാരിപ്പോൾ ഇല്ലാത്തത് ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് ഭാഗ്യമായിട്ട് തോന്നും, അല്ലെങ്കിൽ അവർ മഴ നിന്ന് നനയില്ലേ. അപ്പോൾ ഇതാ പാൽപാത്രമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് എണീറ്റ് വന്നിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലെ വരുമ്പോൾ ഇതാണ് തൊഴുത്തിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ പാല് ഇറക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അപ്പോൾ കൊണ്ട് വയ്ക്കുന്നുണ്ട്. വൈക്കോലൊക്കെ ഇതാ നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട്. നമ്മളിതാ പശുവിനെയും പോത്തിനെയൊക്കെ പുറത്ത് കെട്ടിയിടുമ്പോൾ അവിടെയൊക്കെയാണ് ഫുള്ളും വെള്ളം ഇരിക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ പശുക്കൾ നല്ല അലമ്പാക്കി തരുന്നുണ്ട് തൊഴുത്ത്. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം പാല് കറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ക്ലീനിങ് പരിപാടി പറഞ്ഞാൽ അതിന് മുമ്പ് നമ്മളിതാ ഇതുപോലെ കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് തുടങ്ങുള്ളൂ. കാരണം നല്ല കൊതുക് കണ്ടില്ലേ. അപ്പോൾ കൊതുക് തിരി കത്തിച്ച് വെച്ചാൽ നന്നായിട്ട് കൊതുക് കുറയും കേട്ടോ. പാല് കറക്കുമ്പോഴും നമുക്ക് കൊതുക് ശല്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും കൊതുക് തിരി കത്തിച്ച് വയ്ക്കുന്നത്. പിന്നെ ഇതാ വളമൊക്കെ വാരി നമുക്ക് പിന്നെ വളം വാരി അപ്പുറത്തിടുന്നതുകൊണ്ട് കുറച്ച് നല്ലതാണ് കേട്ടോ. വേഗം വേഗം നമ്മുടെ പണികളൊക്കെ കഴിയും, വേഗം വാരിയിടും. അതാണ് വേറൊരു കാര്യം. പക്ഷേ അത് ചെയ്യുന്നതിന് നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. കഷ്ടപ്പാട് പറഞ്ഞാൽ നമ്മൾ വേറെ പണികളൊന്നും നോക്കുന്നില്ലല്ലോ. അപ്പോൾ ചെയ്യുന്നത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുക കേട്ടോ. വളമൊക്കെ വാരി ക്ലീൻ ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ടും നമ്മൾ തൊഴുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തൊഴുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം അവളിനെയും അതുപോലെ നന്നായിട്ട് അകിടൊക്കെ കഴുകിയതിന് ശേഷം മാത്രം പാല് ഇറക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല വൃത്തിയുള്ള പാല് കിട്ടുകയുള്ളൂ. ചിലവിടെ ഞാൻ കണ്ടിട്ടുണ്ട് വളമൊന്നും വാരാണ്ട് തന്നെ രാവിലെ എണീറ്റതും പോയിട്ട് ഒരു പാല് ഇറക്കും കേട്ടോ. നമ്മളെപ്പോഴും തൊഴുത്ത് ആദ്യം ക്ലീൻ ചെയ്യുക, വളമൊക്കെ വാരി വൈക്കോലൊക്കെ അടിച്ച് നല്ല നീറ്റാക്കിയതിന് ശേഷം മാത്രം പാല് ഇറക്കുക കേട്ടോ. അക്കാര്യത്തിൽ ഞാനും അപ്പും ഇവിടെ ഒരുപോലെയാണ്. അപ്പു കറക്കുന്ന സമയത്താണെങ്കിലും ഞാൻ കറക്കുന്ന സമയത്താണെങ്കിലും ആദ്യം നമ്മൾ വളമൊക്കെ വാരി വൈക്കോലൊക്കെ നല്ലപോലെ അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പാല് കറക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പുതാ പശുവിനെയൊക്കെ മാറ്റി അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മും കുഞ്ഞു പശുവൊക്കെ കൂടെ ഫുൾ അലമ്പാക്കി ഇടും നമ്മുടെ തൊഴുത്ത്. കാരണം നമ്മൾ രാവിലെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോകുന്നതല്ലേ. അപ്പോൾ അവർ വളമൊക്കെ ഇട്ട് അലമ്പാക്കിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളം വെച്ച് കൊടുക്കും. നമ്മൾ രാത്രി വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളതൊക്കെ കുടിച്ചതിൻ്റെ ബാക്കിയാണ്. അതിൽ വൈക്കോലൊക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ വൈക്കോലൊക്കെ ആ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് കഴുകി ബാക്കി വൈക്കോലൊക്കെ അപ്പുറത്തേക്ക് കളയും കേട്ടോ. അപ്പോൾ കുഞ്ഞു പശു നിൽക്കുന്നവിടെയും നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. അവൾക്ക് ഇതുപോലെ മാറ്റില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ക്ലീൻ ചെയ്യലെന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ കാണുമ്പോഴേ അറിയുന്നത് അപ്പോൾ ഇത്രയും ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന്. കാരണം അത്രയും വളം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുള്ളൂ കേട്ടോ. പിന്നെ അമ്മുവാണെങ്കിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുമ്പോഴേക്കും എന്താ അടുത്ത വളം ഇട്ടിട്ടുണ്ട്. അത് അടുത്ത വാരലാണ്. അതും ഒപ്പ് വാരിയിട്ട് അവിടെ ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും വൃത്തിയായിരിക്കണം തൊഴുത്ത്. അപ്പോഴാണ് പശുക്കൾക്കായാലും അസുഖം വരാണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ കാറ്റ് കൊണ്ടാലും പെട്ടെന്ന് ഉണങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കഴുകി വിട്ടാലും പേടിക്കാനില്ല. അതുപോലെ അകിട് നല്ലോണം കഴുകണം കേട്ടോ. കാരണം അവർ രാത്രി ഫുള്ളൊക്കെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അകിട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ പാല് കറക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹൈജീനായിട്ട് എപ്പോഴും പശുക്കളെയായാലും നമ്മൾ നോക്കുക. തൊഴുത്തായാലും നല്ല വൃത്തിക്ക് വയ്ക്കുക. അപ്പോൾ കൊതുക് തിരി എടുത്ത് അടുത്ത് കൊണ്ട് വെക്കും കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് കൊതുക് കടി ഇല്ലാണ്ട് പാല് ഇറക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊട്ടെണ്ണയാണ് ഉപയോഗിക്കുന്നത് പാല് ഇറക്കാൻ വേണ്ടിയിട്ട്, ഒരു വഴുവഴുപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കാട്ടി നല്ലത് കുറച്ചും കൂടി ഈ എണ്ണ തന്നെയാണ് കേട്ടോ. പാല് ഇറക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. കാരണം കറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അവൾ കാലുകൊണ്ട് തട്ടി ഏച്ചിയോ കൊതുകൊക്കെ കടിക്കുമ്പോൾ കാലുകൊണ്ട് തട്ടിയാലും നമുക്ക് പേടിക്കാനില്ലല്ലോ. നമ്മൾ അപ്പോൾ കറക്കുന്ന പാല് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇനി നന്നായി ഫാസ്റ്റായിട്ടൊക്കെ കറക്കാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടീനെ കുടിക്കാൻ വിടാത്തതുകൊണ്ട് തന്നെ വേഗം പാല് കറക്കൽ പരിപാടി വേഗം കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ കറക്കുന്ന പാലുകൾ നമ്മൾ അരിച്ച് തന്നെ പാത്രത്തിലേക്ക് ഒഴിക്കാറുണ്ട് കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് ഒറ്റ തവണ കറക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ പാല് കിട്ടും. അപ്പോൾ പാലൊക്കെ കറന്നു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാലും അപ്പൂൻ്റെ ഒരു അടിക്കലും വൃത്തിയാക്കലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പാല് നിന്നവിടെയൊക്കെ
ചിലപ്പോൾ ഈച്ച വരാനുള്ള ശല്യം ഉണ്ടാവും. അപ്പോൾ പാലൊക്കെ ഇതാ മൂടി വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പാലും പാത്രത്തോടെ കഴുകും കേട്ടോ. ലാസ്റ്റ് കറന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയിട്ടാണ് കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ സൊസൈറ്റിക്ക് പാലും കൊണ്ടുപോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, ജലദോഷത്തിൻ്റെ. പാല് കറന്നു കഴിഞ്ഞാൽ നമുക്കിന്നത് സൊസൈറ്റി കൊണ്ടുപോകണം. വന്നിട്ട് കുറച്ചുകൂടി പണിയുണ്ടാവും. കാരണം ഇവിടെയൊക്കെ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ചാലെടുത്തിട്ട് ഇതേ കൂടെ ഒരു ചാലെടുത്തിട്ട് വിടണം. നമുക്കെന്തായാലും വന്നിട്ട് കാണാം. ഒരു ചാലെടുത്ത് വെള്ളം തുറന്നു വിട്ടാലേ വെള്ളം പോകുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വന്നിട്ട് അത് ചെയ്യാം. ഓക്കെ, ബൈ.